ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചിരിക്കുന്നു, ചില കർമ്മയിൽ കൂടി കടന്നു പോകുന്നതായി കാണുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് വളരെ സ്ട്രോങ് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു സമയം കടന്നു പോകുന്നത് എന്ന് ഇവിടെ കാണുന്നു. ഓക്കെ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്രത്തോളം നിങ്ങൾ പെയിൻ സിറ്റുവേഷനിൽ, മരണവേദന എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അത്രത്തോളം പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി, ഒരു പ്രകാശത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസ് ഈ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഈ സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അതിവേഗം തന്നെ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രതികൂല സാഹചര്യത്തിന് എതിരായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് പട്ടം മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും കാറ്റ് വേണം, അല്ലേ? കാറ്റിന് എതിർദിശയിൽ പോയെങ്കിൽ മാത്രമേ പട്ടത്തിന് ഉയർന്നു സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? യൂണിവേഴ്സ് അതുപോലെ തന്നെയാണ് നിങ്ങളെ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എതിരായിട്ട് വന്നിരിക്കുന്നതായ ഈ കാറ്റിനെ, ഈ പ്രശ്നത്തെ നിങ്ങൾ അതിജീവിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഉയർന്നു പറക്കുന്നതിന് വേണ്ടി അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം, സെലിബ്രേഷൻ നിങ്ങളെ തേടിയെത്തുന്നു. ഒരു ഗ്രോത്ത് നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങൾക്ക് ബാലൻസ് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നല്ല രീതിയിൽ പെയിൻ സിറ്റുവേഷനാണ് നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾ അതിജീവിച്ച് വളരെ അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. ഞാൻ വിജയിക്കും. സാമ്പത്തികപരമായി ഞാൻ ഉയർച്ച പ്രാപിക്കും. മാനസികപരമായി ഞാൻ സ്ട്രോങ് ആയി തീരും. എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്ന് നിങ്ങളെ തന്നെ ആ കണ്ണാടിയിൽ നോക്കി നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊന്ന് പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. നമ്മൾ പറഞ്ഞു വിടുന്ന കാര്യം നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. നമ്മൾ പറഞ്ഞു വിടുന്ന എന്താണെന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ നെഗറ്റീവാണോ പറഞ്ഞു വിടുന്നത്, അത് എന്നിലേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം എല്ലാവരും ശ്രദ്ധയോടെ നിങ്ങളുടെ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. പ്രാർത്ഥിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നെഗറ്റീവ് വാക്ക് പ്രാർത്ഥനയിൽ പറയാതിരിക്കുക. ഓക്കെ, സാമ്പത്തിക അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലസ് യു.